ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ടൈപ്പ് ഓഫ് ഫോഴ്സസ്, എന്താണ് ഫോഴ്സസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അടുത്ത ടോപ്പിക്കായിട്ട് നമ്മൾ പറയുന്നത് കോപ്ലാനർ കൺകറൻറ്റ് ഫോഴ്സസ്. എന്താണ് കോപ്ലാനർ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കോപ്ലാനർ എന്ന് പറയുന്നത് സെയിം പ്ലെയിനാണ് ഉദ്ദേശിക്കുന്നത്. കൺകറൻറ്റ് പറയുന്നത് എല്ലാ ഫോഴ്സുകളും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെല്ലാം ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ഷൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഒരേ പോയിന്റിലാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കോപ്ലാനർ കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ റിസൾട്ടൻ്റ് കാണാൻ ഈ ഇക്വേഷൻ നിങ്ങൾ പലതിലും പഠിച്ചിട്ടുണ്ടായിരിക്കും, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, അതുപോലെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനെ റിസൾട്ടൻ്റ് കാണാനുള്ള ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന റിസൾട്ടൻ്റ്. രണ്ട് കോപ്ലാനർ ഫോഴ്സസ് ആണ് ഇവിടെ നമ്മൾ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. പി എന്ന് പറയുന്ന ഒരു ഫോഴ്സും അതുപോലെ ക്യൂ എന്ന് പറയുന്ന ഒരു ഫോഴ്സും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് നമുക്ക് കാണിച്ചിട്ടുള്ളത് ഒ ബി എന്ന് പറയുന്ന അതാണ് അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് വരുന്നത്. ക്യാപിറ്റൽ ആർ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തീറ്റ എന്ന് പറയുന്ന ആംഗിളിലാണ് റിസൾട്ടൻ്റ് ഫോം ചെയ്യുന്നത്. പിയും ക്യൂവും തമ്മിലുള്ള ആ കോപ്ലാനർ ഫോഴ്സസ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയാണ്. അപ്പോൾ ഇവിടെ ആംഗിൾസ് കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എങ്ങനെ രണ്ട് കോപ്ലാനർ ഫോഴ്സസ് ഒരു പോയിന്റിൽ വരുമ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ തീറ്റ അല്ലെങ്കിൽ ആ തീറ്റ എത്ര ഡിഗ്രിയിലാണ് ആ റിസൾട്ടൻ്റ് വരുന്നത് എന്നുള്ളത് കാണാനുള്ള ഇക്വേഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പിയും ക്യൂ എന്ന് പറയുന്ന രണ്ട് ഫോഴ്സസ് ഒരു പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. ആ പോയിന്റിൽ ആൽഫ എന്ന് പറയുന്ന ആംഗിളായിട്ടാണ് ഇത് ആക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫോഴ്സസ് ആർ റെപ്രസെൻറ്റഡ് ടു അഡ്ജസൻറ്റ് സൈഡ്സ്. രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ടാണ് ഫോഴ്സസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. AO എന്ന് പറയുന്നതും അതുപോലെ OC എന്ന് പറയുന്നതാണ് ആ രണ്ട് ഫോഴ്സസ്. അതാണ് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അതിനൊരു പാരലോഗ്രാമായിട്ട് നമ്മൾ OABC എന്ന് പറയുന്ന ഒരു പാരലോഗ്രാമായി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയഗണലായിട്ട് വരുന്ന OB നോക്കുക. ഫിഗറിൽ OB എന്ന് പറയുന്ന അതിൻ്റെ ഡയഗണലാണ് അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വരുന്ന ഇക്വേഷൻ നോക്കുക. ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് P² + Q² + 2PQ കോസ് തീറ്റ. ഓക്കെ, P² + Q² + 2PQ കോസ് തീറ്റ. ഇതാണ് നമ്മൾ അതിൻ്റെ എല്ലാം കൂടി ചെയ്തിട്ട് അതിൻ്റെ റൂട്ടാണ് നമ്മൾ എടുക്കേണ്ടത്, പിയും ക്യൂവും. അപ്പോൾ നമുക്ക് വാല്യൂസിൽ ഇപ്പോൾ നമുക്ക് കോപ്ലാനർ ഫോഴ്സസ് 10 kN, പി എന്ന് പറയുന്ന സൈഡിൽ 10 kN, ക്യൂ എന്ന് പറയുന്ന സൈഡിൽ 15 kN, 15 kN വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീറ്റയിൽ കിട്ടിയാൽ മതി. തീറ്റ എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് തൊട്ട് താഴെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. തീറ്റ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് P sin ആൽഫ ഡിവൈഡഡ് ബൈ Q + P കോസ് ആൽഫ. ഇത് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ക്യൂ എന്ന് പറയുന്ന റിസൾട്ടൻ്റ് കിട്ടുന്നത്. അപ്പോൾ ചിലപ്പോൾ 2 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിന് ചോദിക്കാറുണ്ട് രണ്ട് കോപ്ലാനർ ഫോഴ്സസിൻ്റെ റിസൾട്ടൻ്റ് കാണുന്നതിനെ കുറിച്ച്. അപ്പോൾ ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് വരച്ചിട്ട് ഈ വേർഡ്സിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതുക. രണ്ട് പിയും ക്യൂവും തമ്മിലുള്ള ഒരു ആംഗിൾ ഫോം ചെയ്യുന്നതാണ് ആൽഫ എന്ന് പറയുന്ന ആംഗിളാണ്. അവിടെ ഉണ്ടാക്കുന്ന റിസൾട്ടൻ്റാണ് പാരലോഗ്രാമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് തീറ്റ എന്ന് പറയുന്ന ആംഗിളാണ് നമുക്കവിടെ ഫോം ചെയ്യുന്നത്. അങ്ങനെ ഇക്വേഷനാണ് കിട്ടുന്നത് എന്നുള്ളത് എഴുതി വെച്ചാൽ മതി. ഇനി ഇൻ കേസ് പ്രോബ്ലമായിട്ട് ഒരു 6 മാർക്കിനുള്ള ചെറിയ പ്രോബ്ലമായിട്ട് വരികയാണെങ്കിൽ തന്നെ പിയും ക്യൂവിൻ്റെ കറക്റ്റ് വാല്യൂസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അടുത്ത ലോ ഓഫ് ട്രയാങ്കിൾ ഓഫ് ഫോഴ്സസ്. ഓക്കെ, ഈ ഓരോ പോയിൻറ്റ്സും നിങ്ങൾ കേട്ട് പരിചയമുള്ള വേർഡ്സ് ഉണ്ടായിരിക്കും. ലോ ഓഫ് ട്രയാങ്കിൾ ഓഫ് ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ മലയാളത്തിലായിരിക്കും നിങ്ങളതിനെ കേട്ടിട്ടുണ്ടായിരിക്കുക, അത് ഇംഗ്ലീഷിലായി, അത്രയേ ഉള്ളൂ വ്യത്യാസങ്ങൾ. അപ്പോൾ ഇതിൽ ലോ ഓഫ് ട്രയാങ്കിൾ ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കുക. 3 ഫോഴ്സസ്, ഇഫ് 3 ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിൻറ്റ് be represented in magnitude and direction by the sides of a triangle taken in order, they will be in equilibrium. അല്ലേ, ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന 3 ഫോഴ്സസാണ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള ഫിഗർ അല്ലേ. PQR 3 ഫോഴ്സസാണ് ഒരു പോയിന്റിന് ചുറ്റും വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ ഒരു 3 ഫോഴ്സസിനെ നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഡയറക്ഷനും വെച്ച് ഒരു ട്രയാങ്കിളിൻ്റെ 3 വശങ്ങളായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിലായിരിക്കുന്നതാണ് നമ്മുടെ റൂള് പറയുന്നത്. ഓക്കെ, ലോ ഓഫ് ട്രയാങ്കിൾ ഓഫ് ഫോഴ്സസ്. അപ്പോൾ ഇവിടെ PQR ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. PQR കാരണം ഒരു ട്രയാങ്കിളും മാർക്ക് ചെയ്തിട്ടുണ്ട്. നിലവിൽ അത് ഫോഴ്സസ് ആയിട്ടൊരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളൊരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, ട്രയാങ്കിളായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ട്രയാങ്കിളിൽ നമ്മൾ
കറക്റ്റ് ഇത്രയാണെന്ന് വരിക. അപ്പോൾ അത് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഒരു സൈഡ്സ് നിങ്ങൾ കറക്റ്റ് ഈ വരയ്ക്കുന്നത് അതേപോലെ പാരലായിട്ട് സൈഡ്സ് ആയിട്ട് തന്നെ വരച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് അത് ഇക്വിലിബ്രിയത്തിലായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി കോമൺ ആയിട്ട് നമുക്ക് റിസൾട്ടൻ്റ് ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്, അങ്ങനെ ക്വാഡ്രൻറ്റുകൾ മാത്തമാറ്റിക്സിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് ഓരോ ഫോഴ്സസ്, ഓരോ അല്ലെങ്കിൽ ഓരോ കോപ്ലാനർ ഫോഴ്സസ് ഓരോ ക്വാഡ്രൻറ്റിലാണ് വിചാരിക്കുക. ഇവിടെ നോക്കുക, റിസൾട്ടൻ്റ് ഓഫ് എ നമ്പർ ഓഫ് കോപ്ലാനർ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിൻറ്റ്. തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞത് ഒരു പോയിന്റിൽ വന്ന റിസൾട്ടൻ്റാണ്. ഒരു പോയിന്റിൽ 2 കോപ്ലാനർ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ വന്ന് അതിൻ്റെ റിസൾട്ടൻ്റ്. ഇനി 4 ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 4 ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ടോട്ടൽ റിസൾട്ടൻ്റ് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ എ ബി സി ഡി കണ്ടില്ലേ, 4 പോയിൻറ്റ്സാണ് എ ബി സി ഡി. അതിൽ 4 ഫോഴ്സസാണ് കാണിച്ചിട്ടുള്ളത് എ ബി സി ഡി എന്ന് പറയുന്നത്. അത് നമ്മൾ ക്വാഡ്രൻ്റായിട്ട് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ആക്സിസുകൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, മുകളിലേക്ക് വൈ ആക്സിസ് എന്നുള്ളിടത്ത് വെർട്ടിക്കലായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് വൈ ആക്സിസ് ആണ്. അപ്പം മുകളിലത്തെ ഭാഗം പ്ലസ് വൈയും താഴേക്കുള്ള ഭാഗം മൈനസ് വൈ, അതായത് ബോട്ടമാണെന്ന് കാണിക്കാനാണ് മൈനസ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആക്സിസിനെ എക്സ് ആക്സിസ് ആണ് എപ്പോഴും പറയുക. അതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ -x-ഉം റൈറ്റ് സൈഡിൽ +x ആണ് വന്നിട്ടുള്ളത്. അതായത് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡ് എടുക്കുന്നത് നെഗറ്റീവായിട്ടും പോസിറ്റീവ് സൈഡിലേക്ക് നമ്മൾ പോസിറ്റീവായിട്ടും, അതായത് റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനാണ് അങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത്. എ എന്ന് പറയുന്ന ഫോഴ്സിലേക്ക് ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്നുള്ള ആ ആംഗിൾ മേക്ക് ചെയ്യുന്നത് എത്രയാണ്? α1 ആണ്. ബി എന്ന് പറയുന്ന ഫോഴ്സ് ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് α2 ആണ്. സി എന്ന് പറയുന്ന ഫോഴ്സ് ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നത് α3 ആണ്. ആംഗിളിന് ഓരോ ഇപ്പോൾ നമ്മൾ 60 ഡിഗ്രി, 45 ഡിഗ്രി, 35 ഡിഗ്രി എന്ന് എഴുതുന്നതിന് പകരം നമ്മളൊരു എക്സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് α1, α2, α3, α4 മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്തായിരിക്കും, റിസൾട്ടൻ്റ് എങ്ങനെയാണ് കാണേണ്ടതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം. ഫസ്റ്റ് എ എന്ന് പറയുന്ന ഫോഴ്സിന് നമ്മൾ ഒറിസോണ്ടലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒറിസോണ്ടലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനാൽ അവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഒറിസോണ്ടൽ ഫോഴ്സസിനെയാണ് σFX എന്ന് പറയുന്നത്. ഓക്കെ, FY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സസ് ആണ് FY. അപ്പോൾ σFX അതുപോലെ തന്നെ σFY. σFX എന്ന് പറയുന്നത് നോക്കുക, A cos α1. ഇവിടെ നോക്കുക, എപ്പോഴും മനസ്സിലാക്കി വയ്ക്കുക, എ എന്ന് പറയുന്ന ഫോഴ്സിനെ നമ്മൾ ആംഗിളായിട്ട് നിൽക്കുമ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഫോഴ്സാണ്. ഒരിക്കലും മുകളിലുള്ള ഡയറക്ഷനിലും അല്ല, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലല്ല, വെർട്ടിക്കൽ ഡയറക്ഷനിലല്ല എ എന്ന് പറയുന്ന ഫോഴ്സ് ഇരിക്കുന്നത്. അത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിന് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്ന ഫോഴ്സിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അത് വെർട്ടിക്കൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് വെർട്ടിക്കൽ ഫോഴ്സ് ആയിട്ടും ഹൊറിസോണ്ടൽ കൺസിഡർ ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയിട്ടും 2ആയിട്ടാണ് അത് സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് പറയുന്ന സമയത്ത് എ എന്ന് പറയുന്ന ഫോഴ്സസ് നമ്മൾ ഹൊറിസോണ്ടലിനോട് ചേർന്നിട്ടാണ് അവിടെ ആംഗിൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഒരു എളുപ്പമാർഗ്ഗത്തിൽ സൈനും കോസും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഒരു എളുപ്പമാർഗ്ഗത്തിൽ പറഞ്ഞുതരാം. ആംഗിൾ ചേർന്നിരിക്കുന്ന വശം എപ്പോഴും നിങ്ങൾ കോസ് ആയിട്ട് പറയുക. അവിടെ നോക്കുക, ഫസ്റ്റ് എഴുതി നോക്ക്, A cos α1. നമ്മൾ എഴുതുന്നു ഹൊറിസോണ്ടലിലേക്ക് സ്പ്ലിറ്റ് ചെയ്തതാണ് എല്ലാം കൂടി സമ്മ ആദ്യം കാണുന്നത്, അതാണ് σFX. അപ്പോൾ A cos α1 ഇവിടെ നോക്കി നോക്കുക. A cos α1 എന്ന് പറയുന്നത് ആംഗിൾ ചേർന്നിരിക്കുന്നത് എങ്ങോട്ടാണ്? ഹൊറിസോണ്ടൽ പോർഷനിലേക്കാണ് ആംഗിൾ പറഞ്ഞിട്ടുള്ളത് α1. അപ്പോൾ ആ ഭാഗത്തേക്ക് ഹൊറിസോണ്ടലായിട്ട് A എന്ന് പറയുന്ന ഫോഴ്സിനെ ഹൊറിസോണ്ടലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് A cos α1. ഇനി ബി പോർഷനിലോ അത് നമുക്ക് ഈ സൈഡിൽ ഡയറക്ഷൻ എങ്ങോട്ടാണ് നോക്കണം. ഈ എ എന്ന് പറയുന്ന ഫോഴ്സിനെ ഹൊറിസോണ്ടലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് വരുന്നത്, അവിടെ പോസിറ്റീവായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ബി എന്ന് പറയുന്ന ഫോഴ്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ലെഫ്റ്റ് സൈഡിലേക്കാണ് അതിൻ്റെ ആരോ വരിക. ഓക്കെ, അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മുകളിലേക്ക് ഒരു ഫോഴ്സും ബി എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാവുമ്പോൾ അത് ഹൊറിസോണ്ടലായിട്ട് വരുന്നത് എങ്ങോട്ട് വരുന്നത്? ലെഫ്റ്റ് സൈഡിലേക്കാണ്. ലെഫ്റ്റ് സൈഡ് നമ്മൾ -x, അതായത് മൈനസ് വാല്യൂയോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളത് A cos α1 -B cos α2 എന്ന് എഴുതിയിട്ടുണ്ട്.
ഓക്കെ, അടുത്തത് സി എന്ന് പറയുന്ന ഫോഴ്സിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് മൈനസ് എക്സിൻ്റെ സൈഡിൽ ഹൊറിസോണ്ടൽ ആക്സിസിലാണ് വരിക സി ഇൻറ്റു കോസ് ആൽഫ 3. ഓക്കെ, കോസ് ആൽഫ 3 എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതി മൈനസ് സി ഇൻറ്റു കോസ് ആൽഫ 3. ഇനി ഡി എന്ന് പറയുന്ന ഫോഴ്സിനെ ലാസ്റ്റ് വൺ ഡി എന്ന് പറയുന്ന ഫോഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹൊറിസോണ്ടൽ വരുന്നത് പ്ലസ് എക്സിൻ്റെ സൈഡിലേക്കാണ് അതിൻ്റെ ഹൊറിസോണ്ടൽ വരിക. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ പോസിറ്റീവാണ് വരിക. അപ്പോൾ പോസിറ്റീവ് ഡി ഇൻറ്റു കോസ് ആൽഫ 4. ഓക്കെ, ഇനി സിഗ്മ വൈ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ വരുന്ന ഇപ്പോൾ പറഞ്ഞതിൻ്റെയൊക്കെ സൈൻ എടുത്താൽ മാത്രം മതി. ഓക്കെ, അത് എന്നിട്ട് ഡയറക്ഷൻ ഏതാ നോക്കുക. എ എന്ന് പറയുന്ന ഫോഴ്സിന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലേക്കാണ് വരുന്നത്. ബി എന്ന് പറയുന്ന ഫോഴ്സിന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ മുകളിലേക്ക് തന്നെയാണ് വരുന്നത്, അതായത് രണ്ടും പോസിറ്റീവാണ്. സി എന്ന് പറയുന്ന ഫോഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ എന്ന് പറയുന്നത് താഴേക്കാണ്, മൈനസ് വൈയുടെ ഡയറക്ഷനിലേക്കാണ് വരുന്നത്. ഡി എന്ന് പറയുന്ന ഫോഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് മൈനസ് വൈയുടെ ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ മുകളിൽ പറയുന്ന എയും ബിയും എന്താണ് വരുന്നത്, പോസിറ്റീവായിട്ടാണ്. എ ഇൻറ്റു സൈൻ ആൽഫ 1 പ്ലസ് ബി ഇൻറ്റു സൈൻ ആൽഫ 2 മൈനസ് സി ഇൻറ്റു സൈൻ ആൽഫ 3 മൈനസ് ഡി ഇൻറ്റു സൈൻ ആൽഫ 4. നിങ്ങൾക്കിത് പ്രോബ്ലമായിട്ട് ചെയ്യുന്ന സമയത്ത് എ എന്ന് പറയുന്ന ഫോഴ്സിന് വാല്യൂ ഉണ്ടായിരിക്കും 10 കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ 6 കിലോ ന്യൂട്ടൺ 5 കിലോ ന്യൂട്ടൺ വാല്യൂ തരും. ആൽഫ 1 എന്ന് പറയുന്ന ആംഗിളും നിങ്ങൾക്ക് തരും, 60 ഡിഗ്രി 45 ഡിഗ്രി 30 ഡിഗ്രി. അങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് വാല്യൂസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിസൾട്ടൻ്റാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ. റിസൾട്ടൻ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റിസൾട്ടൻ്റ് ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു റിസൾട്ടൻ്റ് ഓഫ് ദി സിസ്റ്റം ടോട്ടൽ ആ റിസൾട്ടൻ്റ് ഓഫ് സിസ്റ്റം. അത്രയും 4 ഫോഴ്സസ് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. തൊട്ട് മുകളിൽ നമ്മൾ അതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ എഫ് എക്സും കിട്ടും, അതുപോലെ തന്നെ സിഗ്മ വൈ എഫ് വൈയും കിട്ടും. ഇത് രണ്ടിൻ്റെയും സ്ക്വയർ ചെയ്യുക, അതിൻ്റെ സ്ക്വയർ കണ്ടിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക, അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് കിട്ടി. ഇനി അവിടുത്തെ ഡയറക്ഷൻ, ഈ റിസൾട്ടൻ്റ് ഏത് ഭാഗത്തേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക, തീറ്റ എത്ര ഡിഗ്രി മാറിയിട്ട് എന്നുള്ളതാണ്. അത് കാണാനാണ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എക്സ്. ഓക്കെ, സിഗ്മ എഫ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എക്സ്. ഇത്രയേ ഉള്ളൂ. അത് ചെയ്യാൻ ആകെ നമുക്ക് 4 ഫോഴ്സസിന് സ്പ്ലിറ്റ് ചെയ്യുന്നത് മാത്രം. ഒരു ഇൻക്ലൈൻ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരിക്കലും ഇൻക്ലൈൻ ഫോഴ്സ് നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് എഴുതാൻ പറ്റില്ല. 10 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ഇൻക്ലൈൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻക്ലൈൻ ഫോഴ്സ് ഇപ്പോൾ 60 ഡിഗ്രിയിലാണ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ സ്പ്ലിറ്റ് ആക്കണം. ഒന്ന് സൈൻ വെച്ചിട്ട് ഒരു സൈഡിലേക്ക് വരും, ഒന്ന് കോസ് വെച്ചിട്ട് സൈഡിലേക്ക് വരും. ആംഗിളിനോട് ചേർന്ന് പറയുന്ന വശം എപ്പോഴും എന്താണ്, കോസ് ആയിട്ടാണ് വരിക. കോസ് ഇൻറ്റു ആംഗിൾ ഇൻറ്റു ആ ഫോഴ്സ്. ഓക്കെ, ആംഗിളിനോട് ചേരാതെ പറയുന്ന വശം ഏതാണോ അത് എപ്പോഴും സൈനോട് ചേർന്നെടുത്താൽ മതി. ഓക്കെ, അല്ലാതെ എപ്പോഴും വെർട്ടിക്കലും സൈനായിരിക്കും, എപ്പോഴും ഹൊറിസോണ്ടൽ കോസ് ആയിരിക്കും അങ്ങനെ പറയരുത്. ആ ആംഗിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ആൽഫ 1 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ നമുക്ക് മുകളിൽ നിന്നാണ് പ്ലസ് വൈ ആക്സിസിൽ നിന്നാണ് നമ്മൾ ആൽഫ 1 പറഞ്ഞിരുന്നെങ്കിൽ അത് വെർട്ടിക്കലിലേക്കാണ് ആ കോസ് വരിക, ഹൊറിസോണ്ടലിലേക്ക് സൈനുമാണ് വരിക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അത് കേട്ടോ. ഇനി അടുത്ത് പറയാൻ പോകുന്ന മൊമെൻ്റാണ്. ഓക്കെ, മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേണിംഗ് എഫക്റ്റാണ്. ഒരു ഫോഴ്സിൻ്റെ ടേണിംഗ് എഫക്റ്റായിട്ടാണ് നമ്മൾ മൊമെൻ്റ് പറയുന്നത്. ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ആ പോയിന്റിൽ ആ ഫോഴ്സ് വരുമ്പോൾ അവിടെ ആ ഒരു എൻഡിൽ അതിൻ്റെ റൊട്ടേഷൻ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ റൊട്ടേഷണൽ എഫക്റ്റിനെയാണ് എപ്പോഴും മൊമെൻ്റ് എന്ന് പറയുക. അപ്പോൾ മൊമെൻ്റ് അങ്ങനെ ഒരു എഫക്റ്റിനെ നമുക്ക് എങ്ങനെ പറയാം, അതായത് കാൽക്കുലേഷനിൽ എങ്ങനെ പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു അതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമ്മളിപ്പോൾ ഒരു പോയിന്റിൽ നിൽക്കുകയാണ്, ആ പോയിന്റിൽ നിന്ന് വേറൊരു ഒബ്ജക്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ വെയിറ്റ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് മൊമെൻ്റ് എടുക്കാൻ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഇൻക്ലൈൻഡോ ഒന്നുമല്ല, പെർപെൻഡിക്കുലർ മാത്രമുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് അതിലേക്കുള്ള കറക്റ്റുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അത് ഇൻറ്റു ആ ഫോഴ്സ്, അവിടെ ആക്ട് ചെയ്യുന്ന വെയിറ്റ് എന്തോ ആയിക്കോട്ടെ, ആ ഫോഴ്സിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവിടെ വരുന്ന മൊമെൻ്റ് കിട്ടും. അതിനൊരു എക്സാമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. ഒരു ക്യാൻഡിലിവർ ബീമാണ്. ഓക്കെ, ബീംസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കും, ഓരോ പേരുകളൊക്കെ പഠിക്കും. ഇതൊരു ക്യാൻഡിലിവർ ബീമാണ്. ക്യാൻഡിലിവർ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചുമരിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് കൊടുക്കുന്ന ബീം. അതായത് അവിടെ ഒരു പില്ലറൊന്നും താഴെ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടായിക്കോണം, ചിലപ്പോൾ വരാന്തയൊക്കെ ആവും.
ഈ പുറത്തുള്ള ബിൽഡിങ്ങൊക്കെ നോക്കിയാൽ മതി, നിങ്ങളുടെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സൊക്കെ ഉണ്ടാവില്ല റോഡ് സൈഡിലുള്ള, അതിന് മുകളിലേക്ക് സ്റ്റെയർ കയറി ചെന്നാലുള്ള ചെറിയൊരു വരാന്ത കിട്ടുമല്ലോ ഫസ്റ്റ് ഫ്ലോറിൽ. ആ വരാന്ത ഒരിക്കലും നമുക്ക് അടിയിൽ പില്ലർ ഇട്ടിട്ട് കൊടുക്കാൻ മാത്രമൊന്നും ഉണ്ടായിരിക്കില്ല. ഒരു മീറ്ററോ അല്ലാന്നുണ്ടെങ്കിൽ 1.20 സെൻറ്റിമീറ്ററൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഈ 1.5 മീറ്ററൊക്കെ ഉള്ള ആ ഒരു പോർഷന് താഴെ പില്ലറൊന്നും എൻഡിൽ കൊടുക്കില്ല. അപ്പോൾ അത് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാവും ആ സ്ലാബ് നിൽക്കുന്നുണ്ടാവും. ആ സ്ലാബിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബീമും നിൽക്കുന്നുണ്ടായിരിക്കും പുറത്തേക്ക്. അപ്പോൾ അതിനെയാണ്, അങ്ങനെ തള്ളി നിൽക്കുന്ന ബീംസിനെയാണ് നമ്മൾ ക്യാൻഡിലിവർ ബീം എന്ന് പറയുക. അപ്പോൾ ഒരു എൻഡിൽ മാത്രമേ ആ ബീമിന് സപ്പോർട്ട് ഉണ്ടാവുള്ളൂ, ബാക്കി പുറത്തേക്ക് തള്ളിയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതിനെ യൂണിറ്റുകൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എപ്പോഴും ഫോഴ്സ് ന്യൂട്ടണിലും ഡിസ്റ്റൻസ് മീറ്ററിലാവാം, MM-ലാവാം, അതുപോലെ തന്നെ ഫോഴ്സ് കിലോ ന്യൂട്ടണിലാവാം. ഇപ്പോൾ ന്യൂട്ടൺ മീറ്റർ, ന്യൂട്ടൺ MM, കിലോ ന്യൂട്ടൺ മീറ്റർ, ഇങ്ങനെയൊക്കെയാണ് സാധാരണ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് ഉണ്ടാവാറ്. ഇനി ടൈപ്പ് ഓഫ് മൊമെൻറ്റുകൾ ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലോക്ക് വൈസ് മൊമെൻറ്റും ഉണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റും ഉണ്ട്. അത് നമ്മൾ മൊമെൻറ്റ് എടുക്കണ പോലെയാണ്. നമ്മൾ ഇഫ് ദി ഫോഴ്സ് acting on a body produces rotation in the clockwise direction is called clockwise moment. ക്ലോക്ക് നമ്മൾ മൊമെൻറ്റ് അതിൻ്റെ റൊട്ടേഷൻ എടുക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് ലെഫ്റ്റ് സൈഡിലും ആ മൊമെൻറ്റിനുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് മൊമെൻറ്റ് എടുക്കുമ്പോൾ അത് ക്ലോക്ക് വൈസിലാണ് ആ റൊട്ടേഷൻ വരുന്നത്. ഓക്കെ, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പഠിക്കും. അങ്ങനെ വരുന്നതാണ് ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ച്, ഓക്കെ, തിരിച്ചായിട്ട് ആക്ട് ചെയ്യുന്ന, അതായത് എന്താണ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഡൗൺവാർഡിൽ നിന്ന് ആയിട്ടാണ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റൊട്ടേഷൻ തിരിച്ചാണ് വരിക. ക്ലോക്ക് വൈസിലല്ല അതിൻ്റെ ടേണിങ് എഫക്റ്റ് വരിക, തിരിച്ചാണ് വരിക. അങ്ങനെ വരുന്നതാണ് എന്ത് വരിക, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. അതൊക്കെ ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആണ്. മൊമെൻറ്റ് എന്താ, അതിൽ ഏതൊക്കെ സ്പ്ലിറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ ചെറിയ പോയിൻറ്റ്സ് ആണ്. ഓക്കെ, അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻ്റ് ആണ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്? ഇഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് അത് കോപ്ലാനർ ഫോഴ്സസ് ആണ്. ആർ സൈമൾട്ടേനിയസ്ലി ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിൽ നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യാണ്, കോപ്ലാനർ ഫോഴ്സസ്. ഓക്കെ, ദ ആൾജിബ്രിക് സം ഓഫ് മൊമെൻറ്റ്സ് ഓഫ് ആൾ ഫോഴ്സസ്. എല്ലാ ഫോഴ്സസിൻ്റെയും മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു അതിൻ്റെ വാല്യൂ, ആ ടോട്ടൽ മൊമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു ദ മൊമെൻറ്റ് ഓഫ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് അബൌട്ട് ദി സെയിം പോയിൻറ്റ്. ഓക്കെ, ഇവിടെ നോക്കാം. പി ക്യൂ എന്ന് പറയുന്നത് 2 കോപ്ലാനർ ഫോഴ്സസ് ആണ്. ഇനി നമ്പർ ഓഫ് ഫോഴ്സസ് ഉണ്ടായിക്കോട്ടെ, അതായത് പി ക്യൂ എസ് ടി ഒക്കെ പറഞ്ഞിട്ട് പുതിയ കുറച്ച് ഫോഴ്സ് കൂടി കോപ്ലാനർ ഫോഴ്സസ് ഉണ്ടായിക്കോട്ടെ. അതിൻ്റെ നമ്മളൊരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ 2 എടുത്തിട്ടുള്ളൂ, പിയും ക്യൂവും. അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. ഈ ക്യാപിറ്റൽ R എന്ന് പറയുന്ന ഇത് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് റിസൾട്ടൻ്റായിട്ട്. ഇനി നമ്മൾ പുറത്തൊരു പോയിൻ്റ് നമ്മൾ പരിഗണിക്കുകയാണ്. പുറത്ത് ഞാൻ താഴത്തെ ബോട്ടം പോയിൻ്റിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിൻ്റിൽ നിന്ന് എല്ലാ ഫോഴ്സിലേക്കും നമ്മൾ കറക്റ്റ് 90 ഡിഗ്രിയിലുള്ള പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുക. ഓരോ ഫോഴ്സിലേക്കുള്ള കറക്റ്റ് 90 ഡിഗ്രി വരുന്നില്ല. ആ 90 ഡിഗ്രി ഞാൻ കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. അതിലേക്ക് എല്ലാ ഫോഴ്സിലേക്കും പി എന്ന് പറയുന്നതിലേക്ക് കറക്റ്റ് 90 ഡിഗ്രി ഈ പോയിൻ്റിലേക്ക് മാർക്ക് ചെയ്യുക. ക്യൂ എന്ന് പറയുന്നതിനും 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ആർ എന്ന് പറയുന്നതിനും 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇനി കോപ്ലാനർ ഫോഴ്സസൊക്കെ ഇല്ല. ഈ പോയിന്റിൽ നിന്ന് കോപ്ലാനർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പിയും ക്യൂവേ ഉള്ളൂ. അതിലേക്കുള്ള മൊമെൻറ്റിൻ്റെ സമ്മ്, അതായത് ഈ പോയിന്റിൽ നിന്ന് പിയിലേക്കുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു പി എന്ന് പറയുന്ന വാല്യൂ. അതുപോലെ തന്നെ ക്യൂയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ എന്ന് പറയുന്ന വാല്യൂ, ആ ഫോഴ്സ് ഇൻറ്റു അതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അങ്ങനെ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സമ്മ്, 2 മൊമെൻറ്റും കൂടി സമ്മ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? റിസൾട്ടൻ്റ്, അതേ പോയിന്റിൽ നിന്ന് റിസൾട്ടൻറ്റിലേക്ക് എടുക്കുന്ന മൊമെൻറ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ മൊമെൻറ്റ് എന്താണെന്ന് കറക്റ്റ് അറിഞ്ഞാൽ മതി. അതായത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മൊമെൻറ്റ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മൊമെൻറ്റ്. അപ്പോൾ കോപ്ലാനർ ഫോഴ്സസ്, നമ്പർ ഓഫ് കോപ്ലാനർ ഫോഴ്സസ് വന്നോട്ടെ, ഒരു പുറത്തുള്ളൊരു പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ ആ ഒരു കോപ്ലാനർ ഫോഴ്സസിലേക്കെല്ലാം മൊമെൻറ്റ് എടുത്തിട്ട് അതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈക്വലായിരിക്കും എന്ത്, അത്രയും ഫോഴ്സസിൻ്റെ റിസൾട്ടൻറ്റിലേക്ക് എടുക്കുന്ന സെയിം പോയിന്റിൽ നിന്നുള്ള മൊമെൻറ്റ്. ഓക്കെ, അതാണ് എന്ത്, പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ സ്മോൾ ലെറ്റർ പി, അതായത് ക്യാപിറ്റൽ പി എന്ന് പറയുന്ന ഫോഴ്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ പി, ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ഫോഴ്സിലേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ക്യൂ. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ ആർ ഇൻറ്റു സ്മോൾ ലെറ്റർ ആർ. ഓക്കെ, ഇതായിരിക്കും അവിടുത്തെ
റിസൾട്ട്. അപ്പോൾ അതാണ് ഇത്രയും കാര്യങ്ങളാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്. ഇടയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് ഫിഗറും വരച്ച് വെച്ചിട്ട് ഈ ഇക്വേഷനും എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ഒരു ടോപ്പിക്കാണ് നമ്മളെ ഫോഴ്സസിൽ വരുന്നതിൽ ടൈപ്പ് ഓഫ് ബീം സപ്പോർട്ട്സ്. ഏതൊക്കെയാണ് ബീം സപ്പോർട്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ബീം സപ്പോർട്ടിൽ ടൈപ്പ് ഓഫ് ബീം സപ്പോർട്ടിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത് ഒരു രണ്ട് എൻഡിൽ സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീട്ടിൽ അല്ലെങ്കിൽ ബിൽഡിങ്ങിലൊക്കെ രണ്ട് കോളം അല്ലേ, രണ്ട് സൈഡിൽ കോളം കൊടുത്തിട്ട് അതിനെ ഒരു ബീം കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. സ്ലാബിൻ്റെ താഴെയായിട്ട് ഒരു ബീം ഉണ്ടാവും. ആ ബീമിൻ്റെ രണ്ട് എൻഡിലും കോളംസ് കൊടുത്തിട്ടുണ്ടാവും. ബിൽഡിങ്ങൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് സിമ്പിളായിട്ട് രണ്ട് എൻഡിൽ സപ്പോർട്ട്സ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഫ്രീ ആയിട്ട് ബീം റെസ്റ്റ് ചെയ്യുന്നതിനെയാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. ഓക്കെ, പ്യുവറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ബിൽഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കോളേജിലുള്ള സ്ട്രക്ചറിനെ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ കോളേജിൽ വരുന്ന സമയത്ത് രണ്ട് സൈഡിൽ പില്ലർ ഉണ്ടാവും. ആ പില്ലറിനെ ഒരു ബീം വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറിനെയാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്യാൻറ്റിലിവർ ബീം. ക്യാൻറ്റിലിവർ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു, ഒരു എൻഡ് മാത്രം സപ്പോർട്ട് ഉണ്ടാവും, മറ്റേ എൻഡ് ഫ്രീ ആയിരിക്കും. അതാണ് നമുക്ക് ക്യാൻറ്റിലിവർ ബീം എന്ന് പറയുന്നത്. എ ബീം വിച്ച് ഈസ് ഫിക്സ്ഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഫ്രീ അറ്റ് ദി അതർ എൻഡ്. മറ്റേ എൻഡ് എന്ന് പറയുന്നത് ഫ്രീ ആണ്, അവിടെ സപ്പോർട്ടുകളൊന്നുമില്ല. അതാണ് ക്യാൻറ്റിലിവർ ബീം എന്ന് പറയുന്നത്. ഇനി ഓവർ ഹാങ്ങിങ് ബീം. ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയുന്നത് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം തന്നെയാണ്. അതിൻ്റെ സൈഡിലേക്ക് കുറച്ച് ക്യാൻറ്റിലിവർ പോലെ തള്ളി നിൽക്കുന്നുണ്ടായിരിക്കും. ഇവിടെ കണ്ടില്ലേ, എ ബി എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് സി എന്ന് പറയുന്ന ഒരു പോർഷൻ തള്ളി നിൽക്കുന്നുണ്ട്. അതാണ് റൈറ്റ് സൈഡ് ഓവർ ഹാങ്ങിങ്. ഈ ലെഫ്റ്റ് സൈഡ് ഓവർ ഹാങ്ങിങ് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഓവർ ഹാങ്ങിങ് എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് സി എന്ന് പറയുന്നൊരു പോർഷൻ തള്ളി നിൽക്കുന്നുണ്ട്. അതാണ് ലെഫ്റ്റ് സൈഡ് ഓവർ ഹാങ്ങിങ്. ബോത്ത് സൈഡ് ഓവർ ഹാങ്ങിങ് പറഞ്ഞാൽ രണ്ട് സൈഡിലേക്ക് ഒരുപോലെ തന്നെ ഹാങ് ചെയ്ത് നിൽക്കുക. അതാണ് സിയും ഡിയും മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സി എ ബി ഡി. ഓക്കെ, ഇത്രയും പോർഷൻ ഒന്നിച്ച് വരുന്ന രീതിയിലാണ് നമുക്ക് ബോത്ത് സൈഡ്സ് ഓവർ ഹാങ് എന്ന് പറയുന്നത്. അതിൽ ആക്ട് ചെയ്യുന്ന കുറച്ച് ലോഡുകളാണ്. അപ്പോൾ ലോഡ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് പ്രോബ്ലം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമ്പോൾ ഞാൻ ഓരോന്നും എടുത്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, എക്സാമ്പിളായിട്ടോ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ലോഡ് വരുമ്പോൾ ആ ലോഡിൻ്റെ പേരെന്താണ്, ആ ലോഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം, കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ടൈപ്പ് ഓഫ് ലോഡിൽ 3 ടൈപ്പ് ലോഡാണല്ലോ. ഒന്ന് പോയിൻ്റ് ലോഡ്, അതുപോലെ തന്നെ ഒന്ന് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന യൂണിഫോമിലി വാരിയിങ് ലോഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ 3 കാര്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് പോയിൻ്റ് ലോഡ്. പോയിൻ്റ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഒരൊറ്റ പോയിന്റിൽ മാത്രം ആക്ട് ചെയ്യുന്ന ലോഡ്. ഓക്കെ, ഒരൊറ്റ പോയിന്റിൽ മാത്രം ആക്ട് ചെയ്യുന്ന ലോഡാണ് പോയിൻ്റ് ലോഡ്. അപ്പോൾ അവിടെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ ഒരു കറക്റ്റ് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുമ്പോൾ ആ പോയിന്റിൽ മാത്രമേ അതിൻ്റെ വെയിറ്റ് ഉണ്ടായിരിക്കുള്ളൂ. മുകളിൽ നിന്ന് എന്ത് ഫോഴ്സ് ആയിക്കോട്ടെ. ചിലപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആലോചിക്കുക, നമ്മളൊരു ഫ്ലോറിൽ അല്ലെങ്കിൽ ഒരു ബീമിൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന വെയിറ്റ് മാത്രമാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അതാണ് പോയിൻ്റ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ്. കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ലോഡിനെയാണ് കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയുന്നത്. ഇനി യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറഞ്ഞാൽ അതിന് ഷോർട്ടായിട്ട് പറയുന്നത് UDL ആണ്. ഓക്കെ, UDL. അതെന്ന് പറയുന്നത് നമുക്ക് എ ബി ഇതുണ്ടല്ലോ, എ ബിൻ്റെ മുകളിൽ ത്രൂ ഔട്ട് അല്ലേ ഒരു സിമ്പിൾ പോലെ കാണിച്ചിട്ടുണ്ട്. ഒരു ഹമ്പുള്ള പോലെ സിമ്പിൾ പോലെ ഈ എൻഡ് മുതൽ എ എന്ന് പറയുന്ന എൻഡ് മുതൽ ബി എന്ന് പറയുന്ന എൻഡ് വരെ ത്രൂ ഔട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട് ആ ലോഡ്. അതാണ് W, ന്യൂട്ടൺ പെർ മീറ്റർ ആയിട്ടാണ് എപ്പോഴും പറയുക. അതായത് പെർ മീറ്ററിൽ ഇത്ര ലോഡ് ഉണ്ട്. അപ്പോൾ 5 മീറ്ററിൽ എത്ര ലോഡ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലേ. പെർ മീറ്ററിൽ 2 കിലോമീറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 5 മീറ്റർ ലെങ്ത്തുള്ള ബീമിൽ എത്ര ലോഡ് ഉണ്ട് ചോദിച്ചാൽ 5 × 2 10 കിലോമീറ്ററാണ് അവിടെ ടോട്ടൽ കിട്ടുന്നത്. ആ ടൈപ്പ് ലോഡിനെയാണെന്ന് പറയുക യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് യൂണിഫോമിലി വാരിയിങ് ലോഡാണ്. യൂണിഫോമിലി വാരിയിങ് ലോഡ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ ലോഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ എൻഡിലേക്ക് ബി എന്ന് പറയുന്ന എൻഡിലേക്ക് എത്തിയപ്പോഴേക്കും ലോഡ് വേരി ചെയ്ത് കൂടി വന്നു. അത്തരം ലോഡുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, സ്ലാബിൽ വെയിറ്റ് വരുന്ന സംഗതികളാണ് ഈ പറയുന്നതൊക്കെ. ഇതൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നതല്ല, അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്കിതൊക്കെ കിട്ടുന്നത്. ഇതൊക്കെ കിട്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഓരോ ബീമും ഡിസൈൻ ചെയ്യുന്നത്. ആ ബീം ഡിസൈൻ ചെയ്തിട്ട് കോളത്തിലേക്കൊക്കെ ഡിസൈൻസൊക്കെ എല്ലാം വർക്കൗട്ട് ചെയ്യുന്നത്, സ്ട്രക്ചറിൻ്റെ ഫുൾ ഡിസൈൻ വർക്കൗട്ട് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്.
അപ്പോൾ അവിടെ യൂണിഫോമിലി വേരിയിങ് ലോഡ് ഉണ്ട്. ഒരു പോയിന്റിൽ നിന്ന് വേരി ചെയ്തിട്ടാണ് അതിൻ്റെ ലോഡ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് സ്ലോപ്പായിട്ടൊരു ട്രയാങ്കിൾ കാണിച്ചത്. ലോഡിങ് ഒരു സ്ലോപ്പായിട്ട് കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഈ എ എന്ന് പറയുന്ന എൻഡിൽ നിന്ന് ബി എന്ന് പറയുന്ന എൻഡിലേക്ക് എത്തിയപ്പോഴേക്കും വേരി ചെയ്തെത്തി. ഓക്കെ, അതാണ് ആ കണ്ടീഷൻ. യൂണിഫോമിലി വേരിയിങ് ലോഡ് UVL. ഓക്കെ, സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, ഡിഫിക്കൽട്ടായിട്ട് ഒന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്യാം. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട്. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം 3 എണ്ണമാണുള്ളത്. സിഗ്മ H = 0, അതായത് ഒരു ബീം അല്ലെങ്കിൽ ഒരു ഇത് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ അത് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഒറിസോണ്ടൽ ഫോഴ്സസിൻ്റെ എല്ലാം സം എന്ന് പറയുന്നത് ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവാം, റൈറ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവാം, ഏതൊക്കെയോ ആയിക്കോട്ടെ അവിടെ ആക്ട് ചെയ്യുന്ന എല്ലാ ഒറിസോണ്ടൽ ഫോഴ്സസിൻ്റെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയത്തിൽ ഫസ്റ്റ് വൺ. ഇതെപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റനാണ് 6 മാർക്കിന്. കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം എഴുതി കഴിഞ്ഞാൽ എങ്ങനെ എഴുതിയാൽ മതി ചോദിച്ചു കഴിഞ്ഞാൽ the algebraic sum of horizontal components of forces is 0. Sigma H = 0. Algebraic sum of vertical components of forces is 0. അതായത് ഒരു ബീമിൽ ചിലപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന ലോഡ് ഉണ്ടായിരിക്കാം, സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. സപ്പോർട്ടിലുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് ഡൗൺവാർഡിലേക്കാവും ആരോ. അപ്പോൾ അത് പോസിറ്റീവും നെഗറ്റീവും എല്ലാം കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ അങ്ങനെ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വാല്യൂ സിഗ്മ V = 0 ആണ്. ഈ ആൾജിബ്രിക് സം ഓഫ് മൊമെൻ്റ് ഓഫ് ഫോഴ്സസ് എബൌട്ട് എനി പോയിൻ്റ് ഇൻ ദർ പ്ലെയിൻ ഈസ് 0. അതായത് ഒരു പോയിന്റിൽ നിന്ന് നിൽക്കുന്ന ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും സെയിം പോയിന്റിൽ നിന്ന് ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ പോസിറ്റീവായിട്ടായിരിക്കും ചിലപ്പോൾ ക്ലോക്ക് വൈസ് മൊമെൻറ്റുകളെല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടാവും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഇതെന്ന് പറയുന്നത് സിഗ്മ M = 0. ആ ആൾജിബ്രിക് സം ഓഫ് മൊമെൻറ്റ്സ് ഓഫ് ആൾ ഫോഴ്സസ് എബൌട്ട് എനി പോയിൻ്റ്, ഏതൊരു പോയിൻ്റിൽ നിൽക്കുന്ന ആയിക്കോട്ടെ ആ ഒരു പോയിൻ്റിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ മൊമെൻറ്റ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും. അതാണ് ഈ 3 കണ്ടീഷനാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഓവർ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾ നോട്ട്സ് സബ്മിറ്റ് ചെയ്യുക.